നമസ്കാരം. ആഗോള പ്രതിരോധ വ്യോമയാന രംഗം അതിവേഗം മാറിമറിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സാങ്കേതിക വിദ്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയും മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളും ആധുനിക യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിലും പങ്കാളിത്തത്തിലും പുതിയ കൂട്ടുകെട്ടുകൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ വ്യോമയാന ഭീമനായ എയർബസ് സ്വീഡിഷ് പ്രതിരോധ കമ്പനിയായ സാബുമായി കൈകോർക്കാൻ നടത്തുന്ന ചർച്ചകൾ ആഗോള പ്രതിരോധ മേഖലയിൽ വലിയ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കപ്പെടുന്നത്. ദശാബ്ദങ്ങളുടെ അനുഭവ സമ്പത്തും അത്യാധുനിക യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ച് തെളിയിച്ച പാരമ്പര്യവുമുള്ള സാബിനെ ഒരു തന്ത്രപ്രധാന പങ്കാളിയായി എയർബസ് കാണുന്നത് യൂറോപ്പിൻ്റെ ഭാവി പ്രതിരോധ പദ്ധതികളിൽ നിർണായകമായേക്കാം. നിലവിൽ ഈ ചർച്ചകൾ യൂറോപ്യൻ ആവശ്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എങ്കിലും ഭാവിയിൽ ഇതൊരു ആഗോള കൂട്ടായ്മയായി വികസിക്കുകയാണെങ്കിൽ ഇന്ത്യയും ഇതിൻ്റെ ഭാഗമാകുവാനുള്ള സാധ്യതകൾ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിരോധ താൽപ്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന എയർബസിന് സാബിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യം ഏറെ പ്രയോജനകരമാണ്. സ്വന്തമായി അത്യാധുനിക യുദ്ധവിമാനങ്ങൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും കയറ്റുമതി ചെയ്യാനും സാധിച്ച ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് സ്വീഡൻ. സാബ് വികസിപ്പിച്ചെടുത്ത ഗ്രിപ്പൻ വിമാനങ്ങൾ കുറഞ്ഞ ചിലവ്, മികച്ച പ്രവർത്തനക്ഷമത, ആധുനിക ഏവിയോണിക്സ് എന്നിവയ്ക്ക് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടവയാണ്. യൂറോപ്പിൽ വലിയ കമ്പനികൾ പലതും സങ്കീർണമായ സഖ്യങ്ങളിലൂടെ പ്രതിരോധ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ സാബ് തങ്ങളുടെ പൂർണ്ണമായ ആധിപത്യത്തിൽ വിജയകരമായി യുദ്ധവിമാന പദ്ധതികൾ പൂർത്തിയാക്കിയ പാരമ്പര്യമുള്ള സ്ഥാപനമാണ്. അതിനാൽ തന്നെ എയർബസിന് സാബുമായുള്ള സഹകരണം കൂടുതൽ അയവുള്ളതും കാര്യക്ഷമവുമായ ഒരു പ്രവർത്തന അന്തരീക്ഷമൊരുക്കും. യൂറോപ്പിലെ 6ാം തലമുറ യുദ്ധവിമാന പദ്ധതികൾ നിലവിൽ വിവിധ തടസ്സങ്ങളും ആഭ്യന്തര അഭിപ്രായ വ്യത്യാസങ്ങളും നേരിടുന്നുണ്ട്. പങ്കാളിത്ത രാജ്യങ്ങൾ തമ്മിലുള്ള വ്യവസായ വിഹിതം, സാങ്കേതിക കൈമാറ്റം, മുൻഗണനകൾ എന്നിവയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പദ്ധതികളുടെ വേഗതയെ ബാധിക്കാറുമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ബദൽ സഹകരണ മാർഗങ്ങൾ തേടാൻ എയർബസിനെ പ്രേരിപ്പിക്കുന്നത് സാബിൻ്റെ വേഗതയേറിയതും ആധുനികവുമായ ഡിജിറ്റൽ ഡിസൈൻ രീതികളാണ്. കേവലം ഒരു പരമ്പരാഗത യുദ്ധവിമാനം നിർമ്മിക്കുന്നതിനുമപ്പുറം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പൈലറ്റില്ലാത്ത വിമാനങ്ങളും യുദ്ധവിമാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മാൻഡ് അൺമാൻഡ് ടീമിംഗ്, കെയർ ഡ്രോണുകൾ അഥവാ കൊളാബറേറ്റീവ് കോമ്പാക്ട് എയർക്രാഫ്റ്റ്, അഡ്വാൻസ് ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചുള്ള അടുത്ത തലമുറ പോരാട്ട സംവിധാനങ്ങളാണ് ഈ സംയുക്ത സംരംഭത്തിൻ്റെ ലക്ഷ്യം. ഈ ആഗോള മാറ്റങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പേര് ഉയർന്നു വരുന്നത് യാദൃശ്ചികമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ വിപണികളിലൊന്നും ശക്തമായ വ്യോമസേനയുമുള്ള രാജ്യവുമാണ് ഭാരതം. തങ്ങളുടെ പ്രതിരോധ വ്യോമയാന മേഖലയെ നവീകരിക്കാനും തദ്ദേശീയമായി ശക്തിപ്പെടുത്താനും ഇന്ത്യ വലിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഭാവിയിലെ ബഹുരാഷ്ട്ര പ്രതിരോധ പദ്ധതികളിൽ ഇന്ത്യയെ പങ്കാളിയാക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്കും വ്യവസായ സാമ്പത്തിക നേട്ടങ്ങൾ നൽകും. എന്നിരുന്നാലും ഇന്ത്യയെപ്പോലൊരു വലിയ രാജ്യത്തെ ഇത്തരമൊരു സങ്കീർണമായ പദ്ധതിയിലേക്ക് ക്ഷണിക്കുന്നതിന് മുൻപ് യൂറോപ്യൻ പങ്കാളികൾ വ്യക്തമായ സാങ്കേതിക സാമ്പത്തിക ചട്ടക്കൂടുകളും വ്യാവസായിക പങ്കാളിത്ത നയങ്ങളും രൂപീകരിക്കേണ്ടതുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു ആഗോള കൂട്ടായ്മയിൽ പങ്കാളിയാകുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യകളിലേക്കും രൂപകൽപ്പന വൈദഗ്ധ്യത്തിലേക്കും നേരിട്ടുള്ള വഴി തുറക്കും. സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം ഇന്ത്യയുടെ ആഭ്യന്തര വിമാന നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. എന്നാൽ നിലവിൽ ഇന്ത്യയുടെ പ്രാഥമിക ശ്രദ്ധ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ AMCA പദ്ധതിയിലാണ്. ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ AMCA രാജ്യത്തിൻ്റെ പ്രതിരോധ സ്വയം പര്യാപ്തതയുടെ അടിത്തറയാണ്. അതിനാൽ വിദേശ പങ്കാളിത്തങ്ങൾ എപ്പോഴും ഇന്ത്യയുടെ തദ്ദേശീയ പദ്ധതികൾക്ക് കോട്ടം തട്ടാത്ത രീതിയിലായിരിക്കും രാജ്യം സ്വീകരിക്കുക. അതേസമയം വിദേശ പങ്കാളികൾ ഇന്ത്യയെ ഉൾപ്പെടുത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന നിരവധി നിർണായക വിഷയങ്ങളുമുണ്ട്. സാങ്കേതിക വിദ്യയുടെ ഉടമസ്ഥാവകാശം, നിർമ്മാണ വിഹിതം, വിമാനങ്ങളുടെ കയറ്റുമതി നയങ്ങൾ, നയതന്ത്രപരമായ തീരുമാനങ്ങൾ എന്നിവയിലെ സമവായം പ്രധാനമാണ്. ഇന്ത്യ തങ്ങളുടെ തദ്ദേശീയ പ്രതിരോധ മേഖല ശക്തമാക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ കേവലം ഒരു ഉപഭോക്താവായി മാത്രം നിൽക്കാൻ തയ്യാറാവില്ല. മറിച്ച് രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും തുല്യ പങ്കാളിത്തം ഇന്ത്യ ആവശ്യപ്പെടും. ചുരുക്കത്തിൽ എയർബസ് സാബ് പങ്കാളിത്ത ചർച്ചകൾ ഭാവി പ്രതിരോധ വ്യോമയാന രംഗത്ത് പുതിയൊരു മാറ്റത്തിന് വഴിമരുന്നിടുകയാണ്. ഇത്
കേവലം യൂറോപ്യൻ അതിർത്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇന്ത്യയെ പോലുള്ള ഒരു പ്രധാന ശക്തിയെ ഉൾക്കൊള്ളാൻ തക്കവണ്ണം വികസിക്കുകയാണെങ്കിൽ അത് ആഗോള പ്രതിരോധ സമവാക്യങ്ങളെ പുനർനിർവചിക്കും. ആഗോള പ്രതിരോധ നിർമ്മാണത്തിൽ വെറുമൊരു ഉപഭോക്താവ് എന്ന നിലയിൽ നിന്നും സാങ്കേതിക സഹകർത്താവ്, നിർമ്മാതാവ് എന്നീ നിലകളിലേക്ക് ഇന്ത്യ വളരുകയാണ് എന്നതിൻ്റെ വ്യക്തമായ തെളിവ് കൂടിയാണ് ഇത്തരം ചർച്ചകൾ നൽകുന്ന സൂചനകൾ. എയർബസ്, സാബ് തുടങ്ങിയ വമ്പൻ അന്താരാഷ്ട്ര പ്രതിരോധ വ്യവസായ ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന 6ാം തലമുറ യുദ്ധവിമാന പദ്ധതികളിലോ അല്ലെങ്കിൽ യൂറോപ്യൻ പോരാട്ട വിമാന സംരംഭങ്ങളിലോ ഭാരതം ഒരു തന്ത്രപ്രധാന പങ്കാളിയായി ഉയർന്നു വരികയാണെങ്കിൽ അത് തെക്കേ ഏഷ്യയിലെയും ഇൻഡോ പസഫിക് മേഖലയിലെയും ശക്തി സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ദശാബ്ദങ്ങളായി ഭാരതത്തിനെതിരെ ഒത്തൊരുമിച്ച് തന്ത്രങ്ങൾ മെനയുന്ന ചൈനയ്ക്കും പാകിസ്ഥാനും ഒരുപോലെ കടുത്ത നയതന്ത്ര സൈനിക തിരിച്ചടികൾക്കായിരിക്കും ഇത്തരം പങ്കാളിത്തങ്ങൾ സമ്മാനിക്കുക. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇൻഡോ പസഫിക് മേഖലയിലും ഹിമാലയൻ അതിർത്തികളിലും തങ്ങളുടെ സൈനിക ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കാണ് ഈ സാഹചര്യം വലിയ പ്രതിബന്ധം സൃഷ്ടിക്കുന്നത്. നിലവിൽ J-20 പോലെയുള്ള 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ ബലത്തിൽ മേഖലയിലെ വ്യോമാധിപത്യം സ്വന്തമാക്കാമെന്ന ചൈനയുടെ കണക്കുകൂട്ടലുകൾക്ക് തിരിച്ചടിയാകും ഇത്തരം ബഹുരാഷ്ട്ര സംരംഭങ്ങൾ. പാശ്ചാത്യ രാജ്യങ്ങളുടെ സാങ്കേതിക വിദ്യകളും ഭാരതത്തിൻ്റെ തദ്ദേശീയ നിർമ്മാണ ശേഷിയും ഒത്തുചേരുമ്പോൾ ചൈനയുടെ സങ്കീർണമായ വ്യാവസായിക സൈനിക മേൽക്കോയ്മയെ പ്രതിരോധിക്കാൻ ഭാരതത്തിന് സാധിക്കും. കൂടാതെ ദക്ഷിണേഷ്യയിലെ ചെറുകിട രാജ്യങ്ങളെ കടക്കണിയിൽപ്പെടുത്തി സ്വന്തം ചെരിയിലാക്കുന്ന ചൈനയുടെ നയതന്ത്ര തന്ത്രങ്ങൾക്ക് ഭാരതം ആഗോള സുരക്ഷാ പങ്കാളിയായി മാറുന്നത് തടസ്സമുണ്ടാക്കും. മറുഭാഗത്ത് സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ അസ്ഥിരതയും മൂലം വലയുന്ന പാകിസ്ഥാന് ഈ നീക്കം പൂർണ്ണമായ സൈനിക വിടവ് സമ്മാനിക്കും. ചൈന നൽകുന്ന വില കുറഞ്ഞ സാങ്കേതിക വിദ്യകളെയും വിമാനങ്ങളെയും മാത്രം ആശ്രയിച്ചു പോകുന്ന പാകിസ്ഥാന് അത്യാധുനിക കെയർ ഡ്രോണുകളും കൃത്രിമ ബുദ്ധിയും സംയോജിപ്പിച്ച് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ അഭിമുഖീകരിക്കുക എന്നത് അപ്രാപ്യമായി തീരും. ഭാരതം സാങ്കേതികമായി ഏറെ മുന്നിലെത്തുന്നതോടെ പരമ്പരാഗത യുദ്ധമുറകളിലൂടെ ഭാരതത്തെ നേരിടാമെന്ന പാകിസ്ഥാൻ്റെ ധാരണകൾ തകരുകയും അതിർത്തികൾക്കപ്പുറത്തു നിന്നുള്ള ഭീകരവാദ പ്രവർത്തികൾക്ക് കടുത്ത വില നൽകേണ്ടി വരുമെന്ന ഭയം അവരിൽ വർദ്ധിക്കുകയും ചെയ്യും. പ്രതിരോധ വ്യവസായ രംഗത്ത് കേവലം ഒരു ആയുധ വാങ്ങലുകാരൻ എന്ന നിലയിൽ നിന്നും മാറി സംയുക്ത ഗവേഷകനും നിർമ്മാതാവും എന്ന നിലയിലേക്ക് ഭാരതം വളരുന്നത് ചൈന പാക് അച്ചുതണ്ടിൻ്റെ തന്ത്രപ്രധാന കണക്കുകൂട്ടലുകളെ തകരാറിലാക്കും. സാങ്കേതിക വിദ്യയുടെ കൈമാറ്റവും ആഭ്യന്തര പ്രതിരോധ വിതരണ ശൃംഖലയുടെ വികസനവും ഭാരതത്തിന് ആഗോളതലത്തിൽ നൽകുന്ന സ്വാധീനം ചെറുതല്ല. ആത്മനിർഭർ ഭാരത് ലക്ഷ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഇത്തരം അന്താരാഷ്ട്ര പദ്ധതികൾ ഭാരതത്തിൻ്റെ സൈനികശേഷി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിർത്തിയിലെ പരമാധികാരം ഉറപ്പുവരുത്താനും സഹായിക്കും. ചുരുക്കത്തിൽ അടുത്ത തലമുറ പോരാട്ട പ്ലാറ്റ്ഫോമുകളിൽ ഭാരതം ഒരു മുൻനിര പങ്കാളിയായി മാറുകയാണെങ്കിൽ അത് കേവലം ഒരു ആയുധക്കരാർ എന്നതിലുപരി വൻ ശക്തി രാഷ്ട്രീയത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്ന നീക്കമായി മാറും. ഭാരതത്തെ 2 മുന്നണി യുദ്ധഭീഷണികളിൽ തിളച്ചിടാമെന്ന ചൈനയുടെയും പാകിസ്ഥാൻ്റെയും തന്ത്രപരമായ നീക്കങ്ങൾക്കേറ്റ തിരിച്ചടിയാകും ഈ പുതിയ ആഗോള പങ്കാളിത്തങ്ങൾ. തെക്കേ ഏഷ്യയിൽ സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിൽ ഭാരതത്തിൻ്റെ പങ്ക് മുൻപത്തേക്കാൾ ശക്തമായി ഉയർന്നു വരാൻ ഇത് വഴിയൊരുക്കും. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.